ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രണ്ടു രാജ്യങ്ങളായി. മുഹമ്മദ് അലി ജിന്നയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം വെച്ചു. അത് നടന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം വേണമെന്നുള്ള വാദമായി. അവസാനം അത് നെഹ്റുവും ഗാന്ധിയൊക്കെ അംഗീകരിക്കുകയും വളരെ വേദനയോടുകൂടിയാണെങ്കിലും രണ്ട് രാജ്യമുണ്ടായി. എന്നാൽ ഈ രണ്ട് രാജ്യമുണ്ടായപ്പോൾ സ്വാഭാവികമായി അതിർത്തിയിൽ തർക്കങ്ങളുണ്ടാകുമല്ലോ. അതിലേറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് ജമ്മു കാശ്മീരിനാണ്. കാശ്മീർ ലോകത്തിൻ്റെ താഴ്വര എന്ന് വേണമെങ്കിൽ പറയാം. സ്വിറ്റ്സർലാൻഡ് പോലെ വളരെ അതിമനോഹരമായ പ്രകൃതിയുടെ സ്വന്തം നാടാണ് കാശ്മീർ താഴ്വര. പക്ഷേ എന്തു ചെയ്യാം, അവിടെ എന്നും സംഘർഷവും അശാന്തിയും അസംതൃപ്തിയും മാത്രമാണുള്ളത്. അതിന് തന്നെ രണ്ട് പാകിസ്ഥാനുണ്ട്. ഒന്ന് പാകിസ്ഥാൻ അധീനമായ പാക് അധീന കാശ്മീരുമുണ്ട്, പാക് ഓക്കുപ്പൈഡ് കാശ്മീരുമുണ്ട്, ഇന്ത്യ ഓക്കുപ്പൈഡ് കാശ്മീരുമുണ്ട്. അവർ തമ്മിലും വലിയ സംഘർഷമാണ് നടക്കുന്നത്. ഒരു മതിലിൻ്റെ അല്ലെങ്കിൽ ഒരു വരയുടെ അല്ലെങ്കിൽ ഒരു വേലിയുടെ അപ്പുറവും ഇപ്പുറവും ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇന്ത്യയും വലിയ സംഘർഷമാണ് ഉണ്ടാകുന്നത്. സൈന്യങ്ങൾ നുഴഞ്ഞു കയറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരപ്രവർത്തനം നടത്തുക, തീവ്രവാദം നടത്തുക, വലിയ സംഘർഷമാണ് നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാക് അധീന കാശ്മീരിൻ്റെ മറ്റൊരു പ്രശ്നം, യഥാർത്ഥ പാകിസ്ഥാൻകാർ, അതായത് കറാച്ചിയിലുള്ളവരോ റാവൽപിണ്ടിയിലുള്ളവരോ ഒന്നും ഒരു കാരണവശാലും ഈ പാക് അധീന കാശ്മീരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആസാദി അവിടെയുള്ളവർ വലിയ സമരത്തിലാണ് ഈ സുരക്ഷാ സേനയും ജനങ്ങളും തമ്മിൽ. ആസാദി കാശ്മീർ എന്ന് പറയുന്ന വലിയ സമരത്തിലാണ് അവിടെ നടക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 25 ഇപ്പോൾ കലാപം നടക്കുന്നു. 2023 കലാപം നടന്നു. പാക് അധീന കാശ്മീർ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കലാപമെല്ലാം നടക്കുന്നത്. അതിന് ജനങ്ങളുടെ ഒരു സ്വയംഭരണം അവർ ചോദിക്കുന്നുണ്ട്. ജനങ്ങൾ അത് ഇല്ല. കാര്യം ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റില്ല, പാകിസ്ഥാനിലാണ് കിടക്കുന്നത്. പാകിസ്ഥാൻ അത് കൊടുക്കുന്നുമില്ല. അവിടെ വലിയ വിലക്കയറ്റമാണ്, വൈദ്യുതി ക്ഷാമമുണ്ട്, പട്ടിണിയുണ്ട്, തൊഴിൽ രാഹിത്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശം എന്നുള്ള നിലയിൽ അവരാരും പാകിസ്ഥാൻകാരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല പാകിസ്ഥാൻകാരുടെ മൊത്തം നോക്കാനേ അവർക്ക് സമയവും സാഹചര്യവുമില്ല. പിന്നെയാണ് കാശ്മീരിൽ കിടക്കുന്ന ആളുകളെ നോക്കുന്നത്. വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ സംഭവിക്കുന്നത്. 2023 മിർപൂർ, മുർജാബാദ്, കോട്ട്ലി മേഖലകളിൽ വൻ പ്രതിഷേധങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ആസാദി കാശ്മീർ സർക്കാരിനെയും പാകിസ്ഥാൻ സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ കലാപമാണ് അവിടെ നടന്നത്. 24 ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാനിൽ വൈദ്യുതി നിരക്കുകൾക്കും നികുതി വർധനവിനെതിരെയും വലിയ കലാപം നടന്നു. 25 ജനങ്ങളും ഇപ്പോൾ കഴിഞ്ഞ സുരക്ഷാ ആളുകളും സൈനികരും ജനങ്ങളും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. ജനങ്ങൾ കുറച്ച് പേർ കൊല്ലപ്പെടുകയും ചെയ്തു. വലിയ നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത്. മുഴുവൻ കാശ്മീരും ഇന്ത്യയുടെ ഭാഗമാകണം, ഈ കാശ്മീർ കൂടി പാകിസ്ഥാൻ അധീന കാശ്മീർ കൂടി ഇന്ത്യക്ക് തരണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. കുറേ ജനങ്ങൾ അത് ആവശ്യപ്പെടുന്നു. പാക് അധീന കാശ്മീരിലെ കുറേ ജനങ്ങളും ഇത് ആവശ്യപ്പെടുന്നു, ഇന്ത്യക്ക് കൊടുക്കണമെന്ന്. പക്ഷേ അവർ ഒരിക്കലും തരുന്നില്ല. ഈ ജനങ്ങളുടെ അടിച്ചമർത്തലുകളിൽ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ നമ്മൾ ഉയർത്താറുണ്ട് ഈ വിഷയം. ഐക്യരാഷ്ട്രസഭയിലും ലോകത്തിൻ്റെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലും എല്ലായിടത്തും നമ്മൾ ഈ പ്രശ്നം ഉയർത്തുന്നു. പക്ഷേ ഒരു കാര്യവും ഒന്നും നടക്കുന്നില്ല. ഈ കേന്ദ്ര സർക്കാർ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിയർ എന്ന് പറയുന്ന, അതായത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സാമ്പത്തിക അതിർത്തി പലപ്പോഴും നമ്മുടെ പല മേഖലകളും ലംഘിക്കുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്രസഭയും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അങ്ങനെ ഒരുപാട് സംഘടനകളായി ലോകത്തുണ്ട്. അവരെല്ലാം മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച്, പാകിസ്ഥാനിലെ ഈ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് വലിയ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അധീന കാശ്മീരിനെക്കുറിച്ച് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കലാപങ്ങൾക്കപ്പുറം അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയ പ്രതിസന്ധി. എന്തായാലും 25 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇന്നിപ്പോൾ 3 ആയല്ലോ, ഈ ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ കലാപമാണ് പാക് അധീന കാശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ സൈന്യവും സാധാരണ ജനങ്ങളും തമ്മിൽ വലിയ സംഘർഷത്തിലാണ്. നിരവധി പേരെ സൈന്യം കൊല്ലുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ മഹാഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്വയംഭരണ അവകാശം വേണം. ഏറ്റവും കുറഞ്ഞത് വെള്ളത്തിനും വൈദ്യുതിക്കും കൃഷിക്കും ഭക്ഷ്യവസ്തുക്കൾക്കുമുള്ള ഈ വലിയ വിലക്കയറ്റമെങ്കിലും പിടിച്ചു നിർത്തി ജനങ്ങളെ സഹായിക്കണം എന്നുള്ള ഏറ്റവും പ്രാഥമികമായ ജീവിതാവശ്യങ്ങളുമായിട്ടാണ് പാക് അധീന കാശ്മീരിൽ ജനങ്ങൾ സായുധ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്.